അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ ഞാൻ കൃതാർത്ഥനായി. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1008 ഗായത്രി അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വൈകല്യം വന്നു ചേർന്നു എന്ന ദുഃഖത്തോടെ പറയാതെ വയ്യ. പക്ഷേ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പലർക്കും 90% പ്രശ്നങ്ങൾ ധനം കൊണ്ട് മാറും അല്ലേ? ഈ മന്ത്രം ജപിക്കൂ, നാളെ തൊട്ട് നിങ്ങൾ കോടീശ്വരനാവും, ധനവാനാവും എന്നിങ്ങനെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിലെ പൊള്ളത്തരം മനസ്സിലാക്കുക. നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി, ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മകരമാസത്തിലെ മാസഫലത്തിൻ്റെ വീഡിയോ പലവിധ തിരക്കുകൾ വന്നതുകൊണ്ട് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരില്ല. മാസഫലത്തിൻ്റെ വീഡിയോ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ മാസഫലത്തിൻ്റെ വീഡിയോ ചെയ്യുവാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഗ്രഹപാഠം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും, നല്ല ഫലങ്ങളെയും സൂചിപ്പിക്കും. മോശഫലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ ഞാൻ കൃതാർത്ഥനായി. അതേപോലെ തന്നെ നല്ല ഫലങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം വരുത്തിയാൽ അതിലേറെ സന്തോഷം. എന്തായാലും നമ്മളെല്ലാവരും തന്നെ, നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, എല്ലാവരും നല്ല ഫലങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. ആരും ഒരു മോശഫലം വരുവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാറുമില്ല, ആഗ്രഹിക്കാറുമില്ല. പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ ഓരോ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യണം. അപ്പം ഈ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാമം ജപിക്കുന്നത് തന്നെ. നാമസങ്കീർത്തനസ്യ സർവ്വപാപത്ര നാശനം. ഞാൻ മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയാറുണ്ട്, ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുരിതങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം. അപ്പൊ നാമം ജപിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായി. ഒന്നും അധികമാവരുതല്ലോ. അധികമായി കഴിഞ്ഞാൽ അമൃതം വിഷാന്നല്ലേ പറയാ. ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ പൊതുവെ മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ബീജമന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നതായിട്ട് കാണും. മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത് ഗുരു ഉപദേശ രൂപേണയാണ്. ഗുരു ഉപദേശമില്ലാതെ അത്യുഗ്രങ്ങളായിട്ടുള്ള മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഗുണത്തെക്കാളേറെ ദോഷത്തെയാണോ വരുത്തി തീർക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും എൻ്റെ ഒരു എളിയ അഭിപ്രായം, മന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും ബീജമന്ത്രങ്ങളും ഒക്കെ ജപിക്കാൻ അർഹതയുള്ളവർ ജപിക്കട്ടെ. നമുക്ക് അർഹതയുണ്ടോ എന്ന് മനസ്സിലാക്കുക, ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ട, ഞാൻ നേരിട്ടറിഞ്ഞ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫലം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഏകദേശം ഒരു 28-29 വയസ്സുള്ള കാലത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു വലിയൊരു ക്ഷേത്രത്തിൽ മേശാന്തിയുടെ സഹശാന്തിയായിട്ട്, പരികർമ്മിയായിട്ട്, അസിസ്റ്റൻ്റായിട്ട് കുറേ കാലം ഉണ്ടായി. അതായത് മേശാന്തിക്ക് 3-4 സഹായിമാരുണ്ട്. ആ സഹായിയിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ തന്നെ ഉള്ളതായിട്ടുള്ള മറ്റൊരു സഹായിയുടെ കാര്യമാണ്, അതായത് സഹശാന്തിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ക്ഷേത്രശുദ്ധിയും മന്ത്രങ്ങളും പൂജാവിധികളും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ അറിയുന്ന വളരെ ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സാധാരണ രീതിയിൽ നമ്പൂരാർക്ക് നിത്യകർമ്മങ്ങളുണ്ട്. അതായത് സന്ധ്യാവന്ദനം, രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ 10 ഗായത്രി ജപിക്കും പൊതുവെ എല്ലാവരും. ഇപ്പം പലർക്കും സന്ധ്യാവന്ദനം തന്നെ നിശ്ചയമുണ്ടോയെന്ന് അറിയില്ല, അറിഞ്ഞാൽ തന്നെ ചെയ്യണ്ടോയെന്നും അറിയില്ല. അത് ഞങ്ങൾ സ്വയം വിമർശകരാകേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഞങ്ങൾ ആചരിക്കേണ്ടതായിട്ടുള്ള നിത്യകർമ്മങ്ങളുണ്ട് എന്നർത്ഥം. അപ്പം ഇദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ 10 ഗായത്രിയാണ് സാധാരണ എല്ലാവരും ജപിക്കാറ്. ഇദ്ദേഹം 100 ഗായത്രി ആദ്യം തന്നെ ജപിക്കുന്നത്, 108 ഗായത്രി. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 1008 ഗായത്രി, സഹസ്രാവർത്തി എന്നാണ് പറയുക. വീണ്ടും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴോ അത് 2016 അതായത് 2 സഹസ്രാവർത്തി. അപ്പൊ ഇത് മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയൊക്കെ ജപിക്കണോ, വേണോ? അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ, എനിക്കൊരു 50 കിലോ പൊക്കുവാനായിട്ടുള്ള ഒരു ആരോഗ്യമുണ്ട്. അപ്പൊ നമുക്ക് 50 കിലോ നമുക്ക് സുഖമായിട്ട് എടുത്ത് പൊക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് 1000 കിലോ തന്നു കഴിഞ്ഞാൽ പൊക്കുവാനായിട്ട് സാധിക്കുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന്, ശരീരത്തിന്, നമ്മളുടെ കുണ്ടലിനി ശക്തിക്ക്, നമ്മളുടെ ആത്മചൈതന്യത്തിന് വഹിക്കുവാൻ എളുപ്പമുള്ളതായിട്ടുള്ള ഒരു തലമുണ്ട്. ആ തലത്തിന്റെ അപ്പുറത്തേക്ക് ഈ മന്ത്രോപാസന വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷത്തെ വരുത്തുമോ എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇദ്ദേഹം വീണ്ടും 3 സഹസ്രാവർത്തിയിലേക്ക് എത്തി. പിന്നെ പറയാനുണ്ടോ, മാനസികമായിട്ടുള്ള നിലയ്ക്കൊക്കെ വളരെയേറെ വ്യത്യാസം വന്നു തുടങ്ങി. അനാവശ്യമായിട്ടുള്ള ദേഷ്യം, ഏത് കാര്യങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള കടുംപിടുത്തം, ഇങ്ങനെയുള്ളതായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേർന്നിട്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വൈകല്യം വന്നു ചേർന്നു എന്ന ദുഃഖത്തോടെ പറയാതെ വയ്യ. പണ്ടൊക്കെ സാധാരണക്കാർക്ക് മന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. അപ്പോൾ അത്ര അത്യാവശ്യമുള്ളവർ മാത്രമേ പുസ്തകമൊക്കെ വാങ്ങി ആ മന്ത്രത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കൂ. അപ്പം അങ്ങനെയല്ല. ഇപ്പം എവിടെ നോക്കിയാലും
മന്ത്രങ്ങളാണ്. ഈ ഒറ്റ വരി മന്ത്രം ജപിച്ചാൽ നമുക്ക് അത് ലഭിക്കും, ഇത് ലഭിക്കും എന്നുകൂടിയുള്ള എഴുത്തൊക്കെ കാണുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ നമ്മളതൊക്കെ ജപിക്കുവാനും തുടങ്ങും. അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മന്ത്രങ്ങൾ ഗുരു ഉപദേശപ്രകാരമാണ് മാത്രമേ ചൊല്ലാവൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പൊതുവെ പുരുഷ സൂക്തം ദ്വാദശാക്ഷരി ഒന്നും സാധാരണ രീതിയിൽ ആരും തന്നെ ചൊല്ലാറില്ല. എങ്കിൽ പോലും ഓരോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് തന്നെ അതിന് സമയമുണ്ടെന്നർത്ഥം. രാവിലെ കാപ്പി കുടിക്കാണ്ട്, അതായത് ജലപാനമില്ലാതെ ചൊല്ലേണ്ടതായിട്ടുള്ളൊരു മന്ത്രമാണ് പുരുഷസൂക്തം. അങ്ങനെ ജപിച്ചാലേ ആ പുരുഷസൂക്തത്തിൻ്റെ ഫലസിദ്ധി വന്നു ചേരുമെന്നാണ് പറയുക. അതുപോലെ തന്നെ രാവിലെ 8 മണിക്ക് മുന്നേ വേണം ദ്വാദശാക്ഷരി ജപിക്കാൻ. എങ്കിലേ ആ മന്ത്രങ്ങളുടെ ഫലസിദ്ധി നമ്മളിലേക്ക് വന്നു ചേരും. മന്ത്രങ്ങൾക്ക് ശക്തി ഇല്ലാത്തതല്ല, വളരെ വൃത്തിയായിട്ടൊക്കെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ ഫലം നമ്മളിലേക്ക് വന്നു ചേരും. ജ്യോതിഷാലയത്തിൽ വരുന്ന പലരും എന്നോട് ചോദിക്കാറുണ്ട്, തിരുമേനി എനിക്ക് പറ്റിയ മന്ത്രം പറഞ്ഞു തരാമോ? ഞാൻ നാമങ്ങൾ ജപിക്കുവാൻ മാത്രമേ പൊതുവേ പറയാറുള്ളൂ. രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നമ്മൾ നാമം ജപിക്കുന്നത് ഒരു അരമണിക്കൂറിൽ തന്നെ കൂടേണ്ടതില്ല എന്നാണ്. ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ. അതിൽ 8 മണിക്കൂർ സുഖമായിട്ടുള്ള ഉറക്കം വേണം. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ്? 16 മണിക്കൂർ. ഈ 16 മണിക്കൂറിൽ 8 മണിക്കൂർ വീണ്ടും നമ്മളുടെ ജോലിക്ക് വേണ്ടി മാറ്റിവെക്കണം, അല്ലേ? ബാക്കിയുള്ളത് വീണ്ടും 8 മണിക്കൂർ. അപ്പോൾ അതിൽ 3-4 മണിക്കൂറൊക്കെ നാമങ്ങൾ ജപിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. മന്ത്രങ്ങൾ ജപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം എത്രയാണ്? ഒരു 3-4 മണിക്കൂറാണ്. അപ്പോൾ ഈ 3-4 മണിക്കൂറും കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അതുമില്ല, പിന്നെ പരിഭ്രമായി. അപ്പം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ നാമജപം കൊണ്ട് തന്നെ, ഈ മന്ത്രജപം കൊണ്ട് തന്നെ നമ്മളുടെ ഏകാഗ്രത ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥയല്ലേ സൂചിപ്പിക്കുന്നത് അവിടെ? നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവന്മാരുണ്ട്, ഇഷ്ടദേവതകളുണ്ട്, അല്ലേ? ചിലർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെയാവാം, ശ്രീരാമചന്ദ്രസ്വാമിയാവാം, ഭദ്രകാളിയാവാം, മഹാദേവനാവാം, ഗണപതിയാവാം, സുബ്രഹ്മണ്യനാവാം. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ആ ദേവതമാരുടെ, നമുക്കറിയാവുന്നതായിട്ടുള്ള ആ ലളിതങ്ങളായിട്ടുള്ള നാമങ്ങൾ ജപിക്കൂ. ഒരു സൈഡ് എഫക്ട്സും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം. അപ്പം ചിട്ടയായിട്ട് കുറച്ച് സമയം നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകാഗ്രത വന്നു ചേരും. ഏകാഗ്രത വന്നു ചേരുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെയേറെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജോലി നമുക്ക് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരും. എല്ലാത്തിൻ്റെ പരിഹാരം ധനമല്ല, പക്ഷേ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പലർക്കും 90% പ്രശ്നങ്ങൾ ധനം കൊണ്ട് മാറും, അല്ലേ? അപ്പോൾ ആ ധനം വന്നു ചേരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ മന്ത്രങ്ങളുടെ പുറകെ പോകാതിരിക്കുക, നമ്മുടെ ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ മന്ത്രം ജപിക്കൂ, നാളെ തൊട്ട് നിങ്ങൾ കോടീശ്വരനാവും, ധനവാനാവും എന്നിങ്ങനെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിലെ പൊള്ളത്തരം മനസ്സിലാക്കുക. നമ്മളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായി മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മളുടെ കർമ്മങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ വേണ്ട രീതിയിൽ ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കൂ, ജീവിതത്തെ മനോഹരമാക്കൂ. നന്ദി, നമസ്കാരം.